മുമ്പുള്ള ഏതോ ഇന്റർവ്യൂവിൽ കാവ്യ വായന കുറവാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വായിക്കാൻ പറ്റാതെ എങ്ങനെ എഴുതാൻ പറ്റണേ? എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു CD ഇറക്കണം എന്നുള്ളത്. CD ഇറക്കാൻ വേണ്ടിയിട്ട് എഴുതിയ പാട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ആ പാട്ട് എടുത്തു തോന്നുന്നു. അതിൽ ഏറ്റവും വലിയ സങ്കടം എന്താ അറിയോ, അതിലത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വരികൾ ആ പാട്ടിൽ അവർ ഉൾക്കൊള്ളിച്ചിട്ടില്ല. എൻ്റെ CD-യിൽ ഉണ്ടാവുന്ന പാട്ടുകൾക്കൊക്കെ ഒരേ സ്വഭാവം ആയിരിക്കില്ല. ഇപ്പൊ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരിക്കണ ഒരു പാട്ടാണ്. അതെനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവത്തിന്റെ പുറത്ത് ഒരു ഞാൻ കണ്ടിട്ടില്ലാത്ത, ഞാൻ അറിഞ്ഞിട്ടില്ലാത്ത, എനിക്ക് രൂപം പോലും അറിയാത്തൊരു വ്യക്തി, ആ കുട്ടിയുടെ പേര് രാഹുൽ ആയിരുന്നു. അപ്പൊ ആ കുട്ടിക്ക് ഇങ്ങനെ നമ്മളെ കുറിച്ചിട്ട് എപ്പോഴും ഒരാൾ ഇങ്ങനെ അറിയാൻ, നമ്മളെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ ഫാൻ എന്നുള്ള രീതിയിലായിരുന്നു തുടക്കം. പക്ഷെ പിന്നെ ആ കുട്ടി ഭയങ്കര സീരിയസ് ആയി, കല്യാണം എന്നൊക്കെ ഉള്ളൊരു, പക്ഷെ ഏറ്റവും വലിയ കുഴപ്പം എന്റെ പ്രായം അപ്പൊ അതായിരുന്നു. ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എന്തോരം മെച്ചുവർഡായിട്ട് ചിന്തിക്കാൻ പറ്റും. ചെറിയ ഇഷ്ടം ഉണ്ടായിരുന്നു രാഹുലിനോട്? ഇഷ്ടമായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പൊ എനിക്ക് അറിയുന്നില്ല ആ ഫീൽ. പക്ഷെ ആ സമയത്ത് ഞാനും ശ്രമിക്കുന്നുണ്ടായിരുന്നു രാഹുലിനെ കുറിച്ച് അറിയാൻ. ഈ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനോടും ദേഷ്യമില്ലേ, ചേച്ചിനോടും ദേഷ്യം. കാരണം അതിന്റെ പുറത്തൊരു പാട്ടുണ്ടായി, ഞാൻ പോലും അറിയാതിരുന്ന ഒരു കാര്യം ഉണ്ടായി. ഒരു പാട്ട്, ഒരു CD ഇറക്കാൻ പറ്റും. ഇതൊന്നും എന്റെ സ്വപ്നത്തിലോ ഒന്നും ഞാൻ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റാത്ത കാര്യമായിരുന്നു. ഞാൻ എഴുതുക, സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ കൊതി കൊണ്ട് പേര് കൊടുത്തിട്ടുണ്ട് കവിതാരചനയ്ക്കും കഥാരചനയ്ക്കൊക്കെ. പക്ഷെ ആ ദിവസങ്ങളിൽ പോവില്ല, കാരണം പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും എഴുതേണ്ടി വരും. എനിക്കറിയില്ല, ഒന്നും എഴുതാൻ അറിയില്ല. ബേസ് ആകെ ഒരു ബാലരമ്യം ബോബൻമോളിയൊക്കെ വായിച്ചിട്ടുള്ള അന്നേരമൊന്നും പുസ്തക വായനയൊന്നും അത്ര ഒരു. അപ്പൊ കവിതാരചനയ്ക്ക് ഫസ്റ്റ് പ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു അവരോട്. അതേപോലെ ചിത്രം വരയ്ക്കുന്ന എനിക്ക് ഭയങ്കര ആരാധന തോന്നിയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. പക്ഷെ ആ ഒരു ഇതിലേക്ക് എന്തും ആയിക്കോട്ടെ, എന്റെ പാട്ട് ഭയങ്കര മികച്ചതാന്ന് ഒന്നുമല്ല, ഒന്നിനും കൊള്ളാത്തായിരിക്കാം. പക്ഷെ എന്നാലും ഒരു വരിയെങ്കിലും എഴുതാൻ പറ്റുക എന്ന് പറയുന്നതിന്റെ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു സന്തോഷം എന്താണെന്നുള്ളത്. ഏറ്റവും പ്രശ്നം ആദ്യത്തെ വാക്ക് വരാന്നല്ലേ എഴുതി പേപ്പർ എല്ലാം പ്രശ്നമായിട്ടോ തോന്നിയത്. എനിക്കങ്ങനെ ഇന്നത് പ്രശ്നം, ഇന്നത് എളുപ്പം തോന്നിയില്ല. പക്ഷെ കൂടുതൽ സമയത്തും രാത്രി കാലങ്ങളിലാണ് എൻ്റെ പാട്ടുകളൊക്കെ. എനിക്കതേപോലെ ഒരു ചെറിയൊരു പുസ്തകം ഇറക്കണം എന്നുണ്ട്. എന്നുവെച്ചാൽ ഒന്നും എഴുതിയ കഥകളോ അങ്ങനെയല്ല, എൻ്റെ അനുഭവങ്ങൾ വെച്ചിട്ട്. എൻ്റെ നാട്ടിൽ തന്നെ എനിക്ക് ഒരുപാട് കലശമിഠായി അതൊരു പുതിയ വിഷയമാണ് ശരിക്കും. എനിക്ക് കലശമിഠായി ഉണ്ടായിരുന്നില്ല, കാവൊക്കെ ഉണ്ടായിരുന്നു ഓരോ കാര്യത്തിൽ. അപ്പോൾ ഓരോരുത്തരുടെ ആദ്യമായിട്ട് കണ്ടിട്ടുള്ള മരണം, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. ധർമ്മത്തിന് വരില്ലേ, ആ ധർമ്മത്തിന് വന്നിരുന്ന ഒരു സ്ത്രീ ഉണ്ട്, ഒരു കുഷ്ഠരോഗിയായിട്ടുള്ള ഒരു സ്ത്രീ. പക്ഷെ അവര് കുഷ്ഠരോഗാന്ന് അവര് സമ്മതിക്കില്ല, അവരെ ദേഹം പൊള്ളിയതാന്ന് അവര് പറയും. എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു, കണ്ണാന്നേ വിളിക്കുള്ളൂ. നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോ എനിക്ക് കപ്പലണ്ടി, മറ്റേ തോട് പൊളിച്ചിട്ട് കഴിക്കണ കപ്പലണ്ടി ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ടുവരും. പക്ഷെ വീട്ടിലവർക്ക് എടുക്കാനൊരു മടി, കാരണം ഇവർക്ക് ഈ അസുഖം എന്നല്ല, വരലൊന്നും ഇല്ല ഇവർക്ക്. വഴിയിലൊക്കെ വെച്ചിട്ട് കണ്ടാൽ ഞങ്ങൾ വിളിക്കും, ഐസ്ക്രീം ഒക്കെ മേടിച്ചു തരാൻ പോവും, ഹോട്ടലിൽ വാ ചായ കുടിപ്പിക്കാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒളിക്കും. ചേട്ടനൊക്കെ ഓടി ഒളിക്കും. ആ സ്ത്രീയുടെ ഒരു ആ ഒരു കാലഘട്ടമാണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത്? ആ ഒരു എന്റെ കുട്ടിക്കാലം. എന്നെ ഞാനൊക്കെ ഇപ്പോഴൊക്കെയല്ലേ വേറെ എന്താ പറയാ മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക്. ഇപ്പൊ പെൺകുട്ടികൾ എന്ന് പറയുന്ന ഒരു പേടി സ്വപ്നം എല്ലാവർക്കും, അച്ഛനമ്മമാർക്കും പെൺകുട്ടീനെ വെളിയിൽ ഇറക്കാന്ന് പറഞ്ഞ പേടിയായിട്ട്. കാരണം അങ്ങനെയാണ് സമൂഹം ഇപ്പൊ മാറിയിരിക്കുന്നത്. അപ്പൊ എന്റെയൊക്കെ ഒരു കുട്ടിക്കാലത്തുള്ള ഒരു മെയിൻ പ്രശ്നം തട്ടിക്കൊണ്ടുപോയിട്ട് കണ്ണ് കിഡ്നിക്ക് വേണ്ടിയിട്ട്, അല്ലാതെ മോശമായിട്ടുള്ളതിനേക്കാൾ ഇതൊക്കെയാണ്.